യഥാർത്ഥ പ്രയോജനമറിയാത്ത 10 കാര്യങ്ങൾ നമ്മൾ നിത്യേന ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടും അതിൻ്റെ പർപ്പസ് അറിയാതെ പോയ 10 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത്. നമ്പർ 10, പെൻ ക്യാപ്പ് ഹോൾ. നമ്മളെല്ലാവരും പേന ഉപയോഗിക്കുന്നവരാണ്. മിക്കവാറും എല്ലാ പേനയുടെയും ക്യാപ്പിൻ്റെ അറ്റത്തായി നമുക്കൊരു ഹോൾ കാണാൻ കഴിയും. എന്തിനായിരിക്കും ആ ഹോൾ? ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് കാരണങ്ങൾ പറയാറുണ്ട് അതിന്. ഹോൾ ഇല്ലാത്തതിനാൽ മഷി ഡ്രൈ ആവാതെ വേഗത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഒഴിവാക്കുക എന്നതായിരുന്നു പൊതുവായൊരു കാരണം. പേനയുടെ ക്യാപ്പ് അടക്കുമ്പോഴും തുറക്കുമ്പോഴും ഉണ്ടാകുന്ന പ്രഷർ ഒഴിവാക്കാനായാണ് ഈ ഹോൾ ഇടുന്നതെന്ന് മറ്റൊരു കാരണം. ഇതിനെല്ലാം പുറമെ ബോറടിച്ചിരിക്കുമ്പോൾ വിസിലടിക്കാനുള്ളതാണെന്നും കാരണം പറയുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല സത്യം. കണക്ക് പ്രകാരം US-ൽ ഒരു വർഷം 100-ലധികം കുട്ടികൾ ഈ പേനയുടെ ക്യാപ്പ് വായിൽ വെക്കുന്നത് മൂലം അബദ്ധവശാൽ അത് വിഴുങ്ങുന്നതിലൂടെയും അപകടം സംഭവിക്കാറുണ്ട്. എന്നാൽ ഈ ഹോൾ ഇടുന്നതിലൂടെ ശ്വാസമുട്ടൽ ഉണ്ടാവാതിരിക്കുകയും അപകടത്തെ പരമാവധി കുറയ്ക്കുവാൻ കഴിയുകയും ചെയ്യുന്നു. ചെറിയൊരു കാര്യമാണെങ്കിലും വലിയ ഗുണം ചെയ്യുന്നു, അല്ലേ? നമ്പർ 9, ഗ്യാസ് ഗേജ് ആരോ. ഫ്യൂൽ നിറയ്ക്കാനായി നമ്മൾ വാഹനം പമ്പിൽ പാർക്ക് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു അബദ്ധമാണ് ഫ്യൂൽ ടാങ്കിൻ്റെ സൈഡ് മാറി റോങ്ങായി പാർക്ക് ചെയ്യുന്നത്. കാർ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പേർക്കും ഒരുപക്ഷെ ഈ അബദ്ധം പറ്റി കാണും. മറ്റാരുടെയെങ്കിലും, അതായത് നമുക്കത്ര പരിചിതമല്ലാത്ത വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതലായും ഇത് സംഭവിക്കാറ്. എന്നാൽ ഇതിനൊരു പരിഹാരം കമ്പനി തന്നെ പണ്ടേ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെന്ന് മാത്രം. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ ഗേജ് നോക്കുമ്പോൾ പമ്പ് ഐക്കണിൽ ഒരു ആരോ മാർക്ക് കാണാം. ആ ആരോ മാർക്കിൻ്റെ ഡയറക്ഷനിലാവും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക്. എന്നാൽ ഇത് പലരും നോട്ടീസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പല മാനുഫാക്ചേഴ്സും പമ്പ് ഐക്കണിൽ ഡയറക്ഷൻ വെക്കുന്നത് നിർത്തി. ചില കമ്പനികൾ പിന്നീട് ഗേജിൻ്റെ ഏത് സൈഡിലാണോ പമ്പ് ഐക്കൺ ആ സൈഡിലായിരിക്കും ഫ്യൂൽ ടാങ്ക് എന്ന മാതൃക തുടർന്നു. എന്തു തന്നെയാണെങ്കിലും ഈ ഡിസൈൻ ഉള്ളതുകൊണ്ട് ഫ്യൂൽ ടാങ്ക് ഏത് ഭാഗത്താണെന്ന കൺഫ്യൂഷനിൽ നിന്ന് നമുക്ക് മോചിതരാവാം. നമ്പർ 8, എക്സ്ട്രാ ബട്ടൺസ്. നമ്മൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് സിപ്ലോക്ക് ബാഗിൽ വസ്ത്രങ്ങൾക്ക് പുറമെ 1-2 സാധനങ്ങൾ കൂടി നമുക്കൊന്ന് കിട്ടും. ഒന്ന് എക്സ്ട്രാ ബട്ടൺസും മറ്റൊന്ന് അതേ ക്ലോത്ത് മെറ്റീരിയലിൻ്റെ ഒരു തുണി കഷ്ണവും. ഇത് ആക്ച്വലി എന്തിനാണ് തരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? എവിടെയെങ്കിലും മുട്ടിയോ മറ്റോ ബട്ടൺസ് നഷ്ടപ്പെട്ടാൽ അവിടെ വെച്ച് പിടിപ്പിക്കാനാണ് എക്സ്ട്രാ ബട്ടൺസ്. അത് നമുക്കറിയാം. എന്നാൽ വസ്ത്രത്തിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ എക്സ്ട്രാ നൽകുന്ന തുണിക്കഷ്ണം ഉപയോഗിച്ച് പാച്ച് വർക്ക് നടത്താൻ വേണ്ടിയാണ് അവർ അത് തന്നിരിക്കുന്നത് എന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. എന്നാൽ അങ്ങനെയല്ല. വളരെ വിലയേറിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ഡയറക്റ്റായി വാഷിംഗ് മെഷീനിൽ ഇടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കഴുകുകയോ ചെയ്യുമ്പോൾ തുണിക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ എക്സ്ട്രാ സ്വാച്ച് ആദ്യം ഉപയോഗിച്ച് ഡിറ്റർജൻറ്റും കഴുകുന്ന രീതിയും മറ്റും ഈ തുണിക്ക് യോജിച്ചതാണെന്ന് തിരിച്ചറിയാം. ശേഷം മാത്രം യഥാർത്ഥ വസ്ത്രത്തിലേക്ക് കടക്കാം. നമ്പർ 7, ഹാൻഡി ഹോൾ. എന്തിനായിരിക്കും സോഡ ക്യാൻ ഡിസൈൻ ചെയ്തപ്പോൾ 2 ഹോളുകൾ വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ഊഹിക്കാമോ? പലപ്പോഴും നമ്മൾ പെപ്സി പോലുള്ള പാനീയങ്ങൾ കുടിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന ക്യാനിലെ ഹോൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കാം. എന്നാൽ അത് വേഗത്തിൽ കുടിക്കുന്നതിനിടയിൽ യഥാർത്ഥ ഉപയോഗത്തിലേക്കൊന്നും നമ്മൾ പോകാറില്ല. ഈ ഫ്യൂച്ചർ ഇത് നിർമ്മിച്ച കമ്പനികൾ ഉൾപ്പെടുത്തിയത് യൂസ് ചെയ്യുന്നവർക്കൊരു ബെറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയാണ്. അതായത് നിങ്ങൾ ഒരിക്കൽ ആ സോഡ ക്യാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഹോൾ ഒരു മികച്ച സ്ട്രോ ഹോൾഡറായി ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സോഡ ക്യാനിൽ നിന്ന് ഡയറക്റ്റായി സിപ്പ് ചെയ്ത് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡെന്റൽ പ്രോബ്ലം ഉള്ളവർക്കും ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ മനസ്സിലായില്ലേ ഇതിൻ്റെ യഥാർത്ഥ പേർപ്പസ്? നമ്പർ 6, മെഷറിംഗ് ടാപ്പ് ടൂൾസ്. നമ്മൾക്കൊരു ടൂൾ കിട്ടിയാൽ സാധാരണയായി അതിൻ്റെ പ്രൈമറി യൂസ് എന്താണോ അതിൽ മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിപ്പോൾ ഫിസിക്കൽ ടൂൾ ആണെങ്കിലും അല്ലെങ്കിലും. എന്നാൽ ഒരുപക്ഷെ നമ്മൾ അറിയാതെ പോയ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില നല്ല ഫീച്ചേഴ്സ് ആ ടൂളിനുണ്ടാകാം. അങ്ങനെയൊന്നാണ് അളക്കാൻ ഉപയോഗിക്കുന്ന മെഷറിംഗ് ടാപ്പ്. ഇത് നിർമ്മാണ രംഗത്ത് തൊഴിലാളികൾക്കിടയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. എന്നാൽ ഈ രംഗത്തെ വിദഗ്ധരായ ചിലർക്ക് പോലും അറിയാത്ത ലളിതമായ 2 ഫീച്ചേഴ്സ് ഇതിനുണ്ട്. ഈ ടാപ്പിൻ്റെ അറ്റത്ത് ഒരു പരുക്കമായ എഡ്ജുണ്ട്. ഇത് മൈനർ സ്ക്രാച്ചിലൂടെയോ മാർക്ക് ചെയ്യുന്നതിലൂടെയോ അളക്കുന്ന സമയത്ത് അളക്കുന്ന ഭാഗം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ ഡിസൈൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെറ്റൽ എഡ്ജിൻ്റെ ടിപ്പിൽ ഒരു ചെറിയ ഹോൾ കാണാൻ സാധിക്കും. നമ്മൾ അളക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്ക്രൂവിൻ്റെയോ ആണിയുടെയോ മുകൾ മുതലാണെങ്കിൽ ടാപ്പിലുള്ള ഈ ഹോൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ഹുക്ക് ചെയ്യാനും അളക്കുവാനും സാധിക്കും. ഗൈസ്, എല്ലാ ടൂളിലും നമ്മൾ പ്രൈമറി യൂസിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ മറ്റ് ഫീച്ചേഴ്സ് കൂടി ഉപയോഗിച്ചാൽ എളുപ്പത്തിൽ പണി നടക്കും. നമ്പർ 5, കോൺവേഴ്സ് ലേസി. കോൺവേഴ്സ് ഓൾ സ്റ്റാർ ഷൂസ് നമ്മളിൽ പലരും ഉപയോഗിച്ച് കാണും. എന്നാൽ ഇപ്പോഴും നമുക്ക് സംശയം തോന്നാവുന്ന ഒരു കാര്യം എന്തെന്നാൽ എന്തിനാണ് ഇരു സൈഡുകളിലും വേറിട്ട 2 ഹോളുകൾ? ആ ഹോളുകളിലൂടെ ഷൂവിൻ്റെ അകത്തേക്ക് കൃത്യമായ വെന്റിലേഷൻ ലഭിക്കാനാണെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ കുറേ നേരം ഷൂ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വിയർപ്പ് പുറന്തള്ളാൻ വേണ്ടിയും അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലങ്ങളിൽ ഷൂ ഉപയോഗിക്കുമ്പോൾ അകത്ത് പ്രവേശിക്കുന്ന വെള്ളത്തെ പുറന്തള്ളാനോ ആവാം ആ ഹോളുകൾ എന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ സത്യത്തിൽ ഹോളുകൾ ലേസിങ്ങിന് വേണ്ടി തന്നെ ഉള്ളതാണ്. യഥാർത്ഥത്തിൽ ബാസ്ക്കറ്റ് പോലുള്ള കായിക ഇനങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് കോൺവേഴ്സ് ഷൂസ്.
അതിനാൽ തന്നെ കളിക്കുന്ന സമയത്ത് കാലുകൾക്ക് കൂടുതൽ ഗ്രിപ്പ് കിട്ടാൻ ടിപ്പിക്കലായി ഹോളുകളിലൂടെ നൂല് കോർക്കുന്നതിന് പകരം വേറിട്ട് നിൽക്കുന്ന ഈ 2 ഹോളുകൾ ഉപയോഗിച്ചാൽ കൂടുതൽ ഗുണം ചെയ്യും. ഇതിനു വേണ്ടിയാണ് കമ്പനി ഇങ്ങനെയൊരു ഡിസൈൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്പർ 4, ടൈനി പോക്കറ്റ്. ജീൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥ പോക്കറ്റിൻ്റെ അകത്തായി അല്ലെങ്കിൽ ജീൻസിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തായി ഉണ്ടാവുന്ന ചെറിയൊരു പോക്കറ്റിനെ പറ്റി. എന്തിനാണ് ഈ പോക്കറ്റ്? കോയിനോ ക്യാൻഡിയോ സീക്രട്ട് നോട്ട്സോ അതിലിടാം എന്നല്ലാതെ വലിയ ഉപയോഗങ്ങൾക്ക് പറ്റാത്ത ഈ പോക്കറ്റിൻ്റെ യഥാർത്ഥ പർപ്പസ് എന്താണ്? 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോട് ചേർന്നാണ് കൂടുതൽ കാലം ഈട് നിൽക്കുന്ന ജീൻസിൻ്റെ വരവ്. അന്ന് ഗോൾഡും മറ്റ് മെറ്റൽസും മൈൻ ചെയ്തെടുക്കുന്നവർക്ക് പ്രധാനമായി ഉപയോഗിച്ചിരുന്ന ഒരു കോമൺ ഗാഡ്ജറ്റാണ് പോക്കറ്റ് വാച്ച്. അവ എളുപ്പത്തിൽ സൂക്ഷിക്കുവാൻ വേണ്ടി നിർമ്മിച്ച ടൈനി പോക്കറ്റാണ് നമ്മൾ ജീൻസിൽ കാണുന്നത്. ഇപ്പോൾ ആരും തന്നെ പോക്കറ്റ് വാച്ച് സജീവമായി ഉപയോഗിക്കുന്നില്ല, എങ്കിലും ജീൻസുകളിൽ ആ ടൈനി പോക്കറ്റ് സജീവമായി തുടരുന്നു. നമ്പർ 3, കാർട്ട് ലോബ്സ്. എല്ലാവരും തന്നെ പുറത്തുപോയി സാധനങ്ങൾ വാങ്ങിക്കുന്നവരാണ്. മിക്കവരും ആഴ്ചയിൽ ഒരിക്കൽ എന്ന നിലയിലാണ് പർച്ചേസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ സാധനങ്ങളും കുറച്ചധികം ഉണ്ടാകും. മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലുമൊക്കെ നമ്മുടെ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർട്ടിന് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു മെറ്റൽ ലോപ്പുണ്ട്. അത് വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. അതായത് മുട്ട പോലുള്ള പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഇനങ്ങൾ ഈ ലൂപ്പിൽ തൂക്കുന്നതിലൂടെ നമുക്ക് പൊട്ടുന്നത് ഒഴിവാക്കാനും കഴിയും. കാരണം ലൂപ്പ് ആ ബാഗിൻ്റെ ഭാരം പൂർണ്ണമായും താങ്ങുന്നു. അതുപോലെ ഇത് ഉപയോഗിച്ച് നമുക്ക് കാട്ടിൽ കുറച്ചധിക സ്ഥലവും ലാഭിക്കാം. ഇതുപോലെയുള്ള ആശയങ്ങൾ മുന്നിൽ കണ്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ പലരും ഇത് ഉപയോഗിക്കാറില്ല എന്നതാണ് സത്യം. നമ്പർ 2, ദ ക്വാർട്ടേഴ്സ് എഡ്ജ്. ക്വാർട്ടേഴ്സ് എഡ്ജ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അത്ര പരിചയം തോന്നാൻ വഴിയില്ല. ഒരു നാണയത്തിൻ്റെ പുറമറ്റത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന 100 കണക്കിന് ചെറിയ ഗ്രൂവ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ കൂടുതലായി അതിനെപ്പറ്റി ചിന്തിച്ച് കാണില്ല. എന്നാൽ ഈ ചെറിയ ഗ്രൂവ്സിനെ മുൻപ് പലരും ചില പ്രധാന കാര്യങ്ങൾക്ക് വിനിയോഗിച്ചിരുന്നു. കോയിൻ ഉപയോഗിച്ച് മജീഷ്യൻസ് ചെയ്യുന്ന മാജിക് ട്രിക്കുകളിൽ അവർക്ക് കൈകളിൽ ഗ്രിപ്പ് കിട്ടാൻ മാത്രമല്ല കേട്ടോ. ചരിത്രപരമായി പറഞ്ഞാൽ ഒരു നാണയത്തിലെ ലോഹത്തിൻ്റെ വില നാണയങ്ങളുടെ മൂല്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. അതിനാൽ പലരും നാണയങ്ങളുടെ അരികുകൾ ഷേവ് ചെയ്ത് മാറ്റിയ ശേഷം മൂല്യം കുറയാത്തതിനാൽ അതേ നാണയങ്ങൾ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യും. എന്നാൽ ഷേവ് ചെയ്ത് ലഭിക്കുന്ന അവശിഷ്ടങ്ങൾ ഒന്നിച്ചുരുകുകയും അതിനുശേഷം പുതിയ നാണയങ്ങൾ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കി വിൽക്കുകയോ ചെയ്യും. എന്നാൽ ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി നാണയങ്ങൾ ഷേവ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ നാണയങ്ങളിൽ റിഡ്ജസ് ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് കോയിനുകളിൽ റിഡ്ജസ് വന്നത്. ഈ സമ്പ്രദായം ഇന്ന് ആവശ്യമില്ലെങ്കിലും പരമ്പരാഗതമായി ഇത് തുടരുന്നു. നമ്പർ 1, നോട്ട്ബുക്ക് മാർജിൻസ്. ക്ലാസ് നോട്ട്സായും ഇമ്പോസിഷനായിട്ടുമൊക്കെ നമ്മൾ ചെറുപ്പം മുതൽക്കേ ഒരുപാട് തവണ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? ഒട്ടുമിക്ക എല്ലാ നോട്ട്ബുക്കുകളിലും മാർജിൻ ഉണ്ടാവുമല്ലോ. ആക്ച്വലി എന്തിനാണ് മാർജിൻ? പൊതുവായി ഇതിനുള്ള ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. റൈറ്റിംഗ്സിനെ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഹോംവർക്ക് എഴുതാനോ എന്തെങ്കിലും കുത്തിക്കുറിക്കാനോ മറ്റോ ആയി മാർജിൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ റിയാലിറ്റിയിൽ മാർജിൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഒരാളുടെ എഴുത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മാർജിൻസ്. വ്യക്തമായി പറഞ്ഞാൽ പണ്ടത്തെ ആളുകൾ ബുക്കുകളിൽ എഴുതി വെച്ച അവരുടെ വിലപ്പെട്ട റൈറ്റിംഗ്സ് പഴക്കം ചെല്ലുന്തോറും നശിക്കാൻ തുടങ്ങി. ആ ബുക്കുകളുടെ 4 അറ്റങ്ങളിൽ നിന്നും എലികൾ കരണ്ട് തിന്നുകൊണ്ടും അല്ലെങ്കിൽ ചിതൽ പിടിച്ചും ഒക്കെ നശിച്ചു പോകുന്നതിലൂടെ ആ സൃഷ്ടിയുടെ വാല്യബിൾ കണ്ടൻസ് പലതും തിരിച്ചറിയാൻ പറ്റാതെയായിപ്പോയി. അതൊഴിവാക്കാൻ വേണ്ടിയാണ് മാർജിൻ രൂപകൽപ്പന ചെയ്തത്. അതിനാൽ തന്നെ 4 സൈഡുകളിലായി ഉണ്ടാവുന്ന മാർജിൻ്റെ അകത്ത് എഴുതുന്നതിലൂടെ നമ്മുടെ വിലപ്പെട്ട റൈറ്റിംഗ്സ് ഒരു പരിധിവരെ സംരക്ഷിക്കാനാവും. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ഇന്നത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരപ്രദമായ 10 വസ്തുക്കൾ.